നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള രസമാണ്. കേരള ട്രഡീഷണൽ സ്റ്റൈലിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രസം തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്തിട്ട് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് അത് പിഴിഞ്ഞ് വെക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ അപ്പോൾ കുതിർന്ന് കിട്ടും. ആദ്യം തന്നെ നമ്മളിത് ചെയ്ത് വയ്ക്കുക. ഉണക്കമുളക് ഒരു 4 എണ്ണം. അപ്പോൾ നമ്മളിതിൽ ഉണക്കമുളക് എന്ന് പകരം കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുക. നമ്മൾ വീട്ടിലെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഉണക്കമുളകാണ് യൂസ് ചെയ്യുക. നമ്മൾ എരിവ് കുറച്ച് കുറയ്ക്കാൻ വേണ്ടി മാത്രമേ കാശ്മീരി മുളക് ഇട്ടിരുന്നുള്ളൂ. മല്ലി ഒരു 1/2 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടേബിൾ സ്പൂൺ ജീരകം, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 6-7 അല്ലിയോളം ചെറുള്ളി, അല്പം കറിവേപ്പില, ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ കൃഷി ചെയ്തെടുക്കുകയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ പൊട്ടിക്കുന്നുണ്ട്, 2 ടീസ്പൂണോളം കടുക് പൊട്ടിക്കുന്നുണ്ട്. ആ പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് കൃഷി ചെയ്ത് വെച്ചിട്ടുള്ള അത് മിക്സ് ചെയ്ത് ചേർക്കുന്നു. അതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ സ്ലോ ഫയറിൽ നമ്മളിതിനെ സോട്ട് ചെയ്യുകയാണ്. ഒരു 5 മിനിറ്റ് കുക്കായതിനു ശേഷം നമ്മളതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ലിറ്ററോളം വെള്ളം നമുക്കിതിൽ ഈ മസാലയ്ക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റോളം വളരെ സ്ലോ ഫയറിൽ കുക്ക് ചെയ്യുക. അതിലേക്ക് ഒരു തക്കാളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മീഡിയം വലിപ്പത്തിലൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. രസം എപ്പോഴും തെളിയായിട്ട് കിട്ടിയാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് വെള്ളം കൂടുതൽ ആഡ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ലിറ്ററോളം വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ പരിപ്പ് ഇട്ടിട്ടില്ല. സാധാരണ നമ്മൾ രസമൊക്കെ വയ്ക്കുമ്പോൾ അല്പം പരിപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് അല്പം ഇട്ട് കൊടുക്കാറുണ്ട് ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് ഇതിൽ ചെയ്ത് കൊടുത്തിട്ടില്ല. ഇതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണ്ടതിന് അല്പം കൂടി മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ലൈറ്റ് കളറിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു ഇത്തിരി റെഡിഷ് കളറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഒരു ടീസ്പൂണോളം കായം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കായം. പിന്നെ നമ്മളിതിലേക്ക് ഗാർണിഷിനായിട്ട് അല്പം മല്ലിയില, ഇത്രയാണ് നമ്മൾ രസം തയ്യാറാനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാലൻസിങ് പുളി, എരിവ്, ഉപ്പ് അതെല്ലാം കറക്റ്റ് ബാലൻസിങ് ആയിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടൊരു ഇത് കിട്ടും. നമ്മൾ അതിന് വേണ്ടിയിട്ട് അല്പം ശർക്കര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് ഒരേ ലെവലിൽ തന്നെ നല്ല ബാലൻസ്ഡ് ആയിട്ട് കിട്ടും. ഓവറായിട്ട് എരിവ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാം കൂടി ചേർന്ന് നല്ല മിക്സായിട്ട് നമ്മളിതിനൊരു 15 മിനിറ്റോളം നല്ല രീതിയിൽ തിളപ്പിക്കുന്നുണ്ട്. അല്പം കൂടി ഉപ്പിട്ട് കൊടുത്ത് നമ്മളത് മിക്സ് ചെയ്യുകയാണ്. ഗരം മസാല കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു അഡീഷണൽ ഫ്ലേവറിന് വേണ്ടിയാണ്. അത് നമുക്ക് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. വെള്ളത്തിൻ്റെ അളവ് അല്പം കൂടിയിരുന്നാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല. തൊണ്ടയ്ക്ക് കൂടുതൽ ഫ്രഷ്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം, ജീരകത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഫുൾ കോംബോ ആയിട്ട് നമുക്ക് ഈ രസം കിട്ടും.